ആവേശത്തിൻ്റെയും നടികർ എന്ന ടൊവിനോ ചിത്രത്തിൻ്റെയും ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആവേശത്തിൻ്റെ 25 ദിവസത്തെ കേരള കളക്ഷൻ പുറത്ത് വന്നപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 71 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിച്ചു. വേൾഡ് വൈഡ് 25 ദിവസത്തെ കളക്ഷൻ 150 CR അടുത്തും എത്തിയിട്ടുണ്ട്. 25-ാം ദിവസം സൺഡേ മാത്രം കേരളത്തിൽ നിന്നും 2 കോടിക്ക് മുകളിലാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ. 26-ാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയും ഇപ്പോൾ ബുക്കിംഗ് എടുത്ത് നോക്കുന്ന സമയത്ത് ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ഏകദേശം 1000-ന് മുകളിൽ ടിക്കറ്റ്സുകൾ ഇപ്പോഴും സോൾഡ് ഔട്ട് ആവുന്നുണ്ട്. ഓർക്കുക, ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിന്റെ 26-ാം ദിവസവും വേൾഡ് വൈഡിൽ നിന്ന് 150 CR നേടിയൊരു ചിത്രത്തിന് ഇപ്പോഴും ബോക്സ് ഓഫീസിലെ നമ്പർ 1 ആയിട്ട് തുടരാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഒരു ഹിറ്റ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് വരെ ആവേശം എന്ന ചിത്രത്തിന് കേരളത്തിലും അതോടൊപ്പം തന്നെ വേൾഡ് വൈഡ് കളക്ഷനിലും ഇനിയും വളരെയധികം മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും. ടൊവിനോയെ നായകനാക്കിയിട്ട് ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത സിനിമയാണല്ലോ നടികർ. ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ ജസ്റ്റ് 5 CR മാത്രമേ ചിത്രത്തിന് വേൾഡ് വൈഡിൽ നിന്ന് ഇതുവരെയും നേടാൻ സാധിച്ചിട്ടുള്ളൂ. കേരളത്തിൽ നിന്ന് 3 ദിവസങ്ങൾ കൊണ്ട് മാത്രം 2.25 കോടിയും ആദ്യ ഞായറാഴ്ച ചിത്രത്തിന്റെ കേരള കളക്ഷൻ 75 ലക്ഷത്തോളം രൂപയാണ്. സിനിമക്കുള്ളിലെ സിനിമാ കഥ പറഞ്ഞ ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ മോശം രീതി തന്നെയാണ് ഫസ്റ്റ് വീക്കെൻഡ് സൂചിപ്പിക്കുന്നത്. മലയാള സിനിമയിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് നേടാൻ സാധിച്ചാൽ ആ ഒരു സിനിമ 50 CR അതോടൊപ്പം 75 CR 100 CR എല്ലാം അടിക്കുന്ന ഒരു കാഴ്ച. ആ ഒരു ചിത്രത്തിന് നല്ല റിപ്പോർട്ട് നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്ന ഒരു കാഴ്ച. ഇതിന്റെ ഉദാഹരണങ്ങളാണ് 2024 തിയേറ്ററിൽ എത്തിയ അബ്രഹാം മോസ്ലർ, മഞ്ഞുമ്മൽ ബോയ്സ്, ബ്രഹ്മയുഗം, പ്രേമലു, ആടുജീവിതം, ആവേശം. വർഷങ്ങൾക്ക് ശേഷം 2024 ദുരന്ത ചിത്രങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അത് ഏതൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.